ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച ക്ലാസ്സുകളാണ്. അപ്പോൾ ഇത് ഫയർമാൻ എക്സാമിനും അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് എക്സാമിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് എയ്ഡിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. കുറേ നാളായി ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട്, ഇത്രയും വൈകിയതിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു 15 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. Which of the following should be done for a person experiencing a heat-related illness? Heat-related illness ഉള്ള ഒരാൾക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്? Keep the victim warm. Force the victim to drink fluid. Apply cool, wet clothes. Place the victim in warm water. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. Apply cool, wet clothes. Apply cool, wet clothes. അപ്പൊ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? അപ്ലൈ കൂൾ വെറ്റ് ക്ലോത്ത്സ്. നനഞ്ഞ തണുത്ത തുണി കൊണ്ട് തുടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. You feel a sudden sharp pain in the bottom of your left foot. You feel a sudden sharp pain in the bottom of your left foot. You look at the bottom of your left shoe and see a tag sticking in your shoe. What type of wound do you probably have? അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഷാർപ്പ് പെയിൻ പെട്ടെന്ന് നമുക്ക് ഇടത്തെ കാലിൽ ഫൂട്ടിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ ലെഫ്റ്റ് ഷൂവിൽ ഇപ്പം ഷൂ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. ലെഫ്റ്റ് ഷൂവിൽ ഒരു എന്തോ തള്ളി നിൽക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എന്തോ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് വൂണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ടേമുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഒന്ന് വായിക്കാം. അവൽഷൻ, ബ്രൂയിസ്, സ്ക്രേപ്പ്, പങ്ക്ചർ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, ഞാൻ ആദ്യം മീനിങ് പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം കേട്ടോ. ഇപ്പം അവൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവും, വളരെ ഓപ്പണായിട്ട് ഉള്ള മുറിവുകൾ ഉണ്ടാവുക. അത് സർജറി വഴിയോ അല്ലെങ്കിൽ വളരെ വലിയൊരു ദുരന്തം, വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മുറിവാണ് അവൽഷൻ എന്ന് പറയുന്നത്. വളരെ ടോൺഡ് ഓഫ് ദ സ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇനി ബ്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ഒരു അത്യാവശ്യം മുറിവ് വരുന്നതാണ്. ബ്ലീഡിങ്, അതായത് ബ്ലീഡിങ്, ഈ സ്കിന്നിൻ്റെ അടിയിൽ നല്ല ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ബ്രൂയിസ് എന്ന് പറയുന്നതും. സ്ക്രേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ചുരണ്ടുക അല്ലെങ്കിൽ ഉരയുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതാണ്. ഇനി പങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഇതിൽ മോസ്റ്റ് പ്രോബബിളി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, പങ്ക്ചർ ആണ്. പങ്ക്ചർ. Which should be part of your care for a severely bleeding open wound? Which should be part of your care for a severely bleeding open wound? വളരെ കാര്യമായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പൺ വൂണ്ടിന് എന്താണ് ചെയ്യുക? നോക്കൂ. Allow the wound to bleed in order to minimize infection. Apply direct pressure and elevate the injured area. അത് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഇഫ് നോ ബ്രോക്കൺ ബോൺസ്. യൂസ് എ ടൂർണിക്വിറ്റ് ടു സ്റ്റോപ്പ് ഓൾ ബ്ലഡ് ഫ്ലോ, ബോത്ത് ബി ആൻഡ് സി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും ചെയ്യുന്നത്, ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്ലൈ ഡയറക്റ്റ് പ്രഷർ ആൻഡ് എലിവേറ്റ് ദ ഇഞ്ചുവേർഡ് ഏരിയ. ആ ഒരു ഇഞ്ചുവേർഡ് ഏരിയ അവിടെ എന്ത് ചെയ്യണം? പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളൊന്ന് മുറുക്ക പിടിച്ചൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എല്ലുകളൊന്നും പൊട്ടിയിട്ടില്ല ഓൾറെഡി എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം. വാട്ട് ഷുഡ് യു ഡു ഇഫ് യു തിങ്ക് എ വിക്ടിം ഹാസ് സീരിയസ് ഇന്റേണൽ ബ്ലീഡിംഗ്? ഒരാൾക്ക് വളരെ കാര്യമായിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നിയാൽ എന്തു ചെയ്യണം? അപ്ലൈ ഹീറ്റ് ടു ദ ഇഞ്ചുവേർഡ് ഏരിയ, കോൾ യുവർ ലോക്കൽ എമർജൻസി ഫോൺ നമ്പർ ഫോർ ഹെൽപ്പ്, പ്ലേസ് ദ വിക്ടിം ഇൻ എ സിറ്റിംഗ് പൊസിഷൻ, ഗീവ് ഫ്ലൂയിഡ്സ് ടു റീപ്ലേസ് ദ ബ്ലഡ് ലോസ്. എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, കോൾ യുവർ ലോക്കൽ എമർജൻസി ഫോൺ നമ്പർ ഫോർ ഹെൽപ്പ്. കാരണം ഇന്റേണൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആണ്. ആദ്യം തന്നെ കോൾ യുവർ ലോക്കൽ എമർജൻസി ഫോൺ നമ്പർ ഫോർ ദ ഹെൽപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിഹേവിയേഴ്സ് reduces your risk for injury? Which of the following behaviors reduces your risk for injury? ഇഞ്ചുറി ഉണ്ടാവാനുള്ള റിസ്ക് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. Always wearing a safety belt when riding in automobiles. Limiting intake of alcohol. Limiting intake of foods high in cholesterol. Both A and B. ഇതിൽ ഏതാണ് കറക്റ്റ് വരിക?
അപ്പോൾ നമുക്കറിയാം ആൽക്കഹോൾ ഇൻടേക്ക് എന്തായാലും ലിമിറ്റ് ചെയ്യണം. ആൻഡ് ഓപ്ഷൻ എയും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഓൾവേസ് വിയറിംഗ് എ സേഫ്റ്റി ബെൽറ്റ് വെൻ റൈഡിംഗ് ഇൻ ഓട്ടോമൊബൈൽ, അതുപോലെ ലിമിറ്റിംഗ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ, അപ്പോൾ എയും ബിയും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ കെയറിംഗ് ഫോർ ബ്ലീഡിംഗ് വൂൺസ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ കെയറിംഗ് ഫോർ ബ്ലീഡിംഗ് വൂൺസ്? ബ്ലീഡിംഗ് വൂൺസ് അത് നമ്മൾ കെയർ ചെയ്യുമ്പോൾ രക്തം വന്നുകൊണ്ടിരിക്കുന്ന മുറിവുകളാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അപ്ലൈ ഡയറക്റ്റ് പ്രഷർ വിത്ത് എ ക്ലീൻ ഓർ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്, അപ്ലൈ പ്രഷർ അറ്റ് ദ പ്രഷർ പോയിന്റ്, add bulky dressings to reinforce blood-soaked bandages, elevate the wound. ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് അപ്ലൈ ഡയറക്റ്റ് പ്രഷർ വിത്ത് എ ക്ലീൻ ഓർ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. അപ്ലൈ ഡയറക്റ്റ് പ്രഷർ ആദ്യം തന്നെ ആ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട്. How can you reduce the risk of disease transmission when caring for open bleeding wounds? അപ്പോൾ ഒരു ഓപ്പൺ ബ്ലീഡിംഗ് വൂൺസ് നമ്മൾ കെയർ ചെയ്യുമ്പോൾ വേറെ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഉള്ള ആ ഒരു റിസ്ക് എങ്ങനെ നമ്മൾ ആ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ്. ഫസ്റ്റ് നോക്കൂ, വാഷ് യുവർ ഹാൻഡ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് കെയർ, അവോയ്ഡ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, യൂസ് പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് സച്ച് ആസ് ഗ്ലൗസ് ഓർ പ്ലാസ്റ്റിക് റാപ്പ്, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് വരുന്നത്? ഇതിൽ ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ അവർക്ക് ബ്ലഡിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാതിരിക്കാനും ആണ് ഈ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, വാഷ് യുവർ ഹാൻഡ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ദ കെയർ, അവോയ്ഡ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, യൂസ് പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഗ്ലൗസ് ഇടുക, പ്ലാസ്റ്റിക് റാപ്പ് യൂസ് ചെയ്യുക, അതൊക്കെ വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. You have tried to control a victim's bleeding with direct pressure and elevation, but the bleeding doesn't stop. Where would you apply pressure to slow the flow of blood to a wound in the forearm? അപ്പോൾ നമ്മളങ്ങനെ ട്രൈ ചെയ്തു, ആദ്യം പറഞ്ഞ പോലെ ബ്ലീഡിംഗ് ആണ്, ഡയറക്റ്റ് പ്രഷർ ആൻഡ് എലിവേഷൻ ട്രൈ ചെയ്തു, പക്ഷെ അത് സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഫോർ ആമിലാണ് നമ്മുടെ ഈ ഒരു മുറിവ് ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മൾ എവിടെയാണ് ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഔട്ട്സൈഡ് ദ ആം മിഡ്വേ ബിറ്റ്വീൻ ഷോൾഡർ ആൻഡ് എൽബോ, ഷോൾഡറിനും എൽബോയ്ക്കും ഇടയ്ക്ക്, ഓൺ ദ ഇൻസൈഡ് ഓഫ് ദ എൽബോ, ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ ദ ഷോൾഡർ ആൻഡ് ദ എൽബോ. ആദ്യം പറഞ്ഞത് ഔട്ട്സൈഡിനായിരുന്നു, പിന്നെ പറഞ്ഞത് ഇൻസൈഡ്. എനി ഓഫ് ദ എബോവ് വിൽ സ്ലോ ദ ഫ്ലോ ഓഫ് ബ്ലഡ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. എന്താണ്? ഷോൾഡറിനും എൽബോയ്ക്കും ഇടയ്ക്ക് ഇൻസൈഡ് ദ ആം ആണ്. ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ ദ ഷോൾഡർ ആൻഡ് ദ എൽബോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രസ്സിംഗ് ആൻഡ് ബാൻഡേജസ് ആർ യൂസ്ഡ് ടു. ഡ്രസ്സിങ്ങും ബാൻഡേജസും ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Reduce the victim's pain, reduce internal bleeding, help control bleeding and prevent infection, make it easier to take the victim to the hospital. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ആൻഡ് ബാൻഡേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഇതിൽ ഓപ്ഷൻ സി നോക്കൂ, ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിംഗ് ആൻഡ് പ്രിവെന്റ് ഇൻഫെക്ഷൻ. അപ്പോൾ കൂടുതൽ ബ്ലീഡിങ് നടക്കാതിരിക്കാനും ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതും ബാൻഡേജ് ചെയ്യുന്നതും ആദ്യം തന്നെ അല്ലേ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ്. അടുത്തത്, മോസ്റ്റ് ഇഞ്ചുറീസ് ആർ ഡ്യൂ ടു സിറ്റുവേഷൻസ് ദാറ്റ്. മോസ്റ്റ് ഇഞ്ചുറീസ് വരുന്നത് എങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നാണോ? യു ഹാവ് നോ കൺട്രോൾ ഓവർ ഓർ കുഡ് നോട്ട് ഹാവ് ബീൻ പ്രിവെന്റഡ്, യു ഹാവ് സം കൺട്രോൾ ഓവർ ഓർ കുഡ് ഹാവ് ബീൻ പ്രിവെന്റഡ്, ഇൻവോൾവ് 5 or more people, ഇൻവോൾവ് വാട്ടർ സ്പോർട്സ്. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? മോസ്റ്റ്ലി എപ്പോഴും തന്നെ സംഭവിക്കുന്നത് നമുക്ക് കുറച്ച് കൺട്രോളൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് എപ്പോഴും ഇഞ്ചുറീസ് നടക്കുന്നത്. അതും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷൻസിലാണ് കൂടുതൽ ഇഞ്ചുറീസും നടക്കുന്നത്. പിന്നെ ഒട്ടും കൺട്രോൾ ഇല്ലാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലാത്ത, അത് വളരെ കുറച്ച് മാത്രം സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. സോ യു ഹാവ് സം കൺട്രോൾ ഓവർ ഓർ കുഡ് ഹാവ് ബീൻ പ്രിവെന്റഡ്, അതാണ് ഇവിടെ ആൻസർ വരുന്നത്. Where is the carotid artery located? Carotid artery എവിടെയാണ്? Inside the wrist, just above the hand, on the neck to the right or left of the windpipe, behind the kneecap, inside the arm, between the elbow and shoulder. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഒന്നുകൂടെ നോക്കാം. ഇതിൽ കെരോട്ടിഡ് ആർട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. കെരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത് ഓൺ ദ നെക്ക്
ഓൺ ദ നെക്ക് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ വിൻ പൈപ്പ് ആണ് കേട്ടോ. ഓൺ ദ നെക്ക് ആണ് ഇത് വരുന്നത് കെരോട്ടിഡ് ആർട്ടറി. ഓൺ ആൻ ഇൻഫാൻറ്റ് വെയർ വുഡ് യു ചെക്ക് ദ പൾസ്. ഒരു ഇൻഫാൻറ്റിന്, ഒരു നവജാത ശിശുവിന് വെയർ വുഡ് യു ചെക്ക് ദ പൾസ്, പൾസ് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇൻസൈഡ് ദ റിസ്റ്റ് ജസ്റ്റ് അബൌവ് ദ ഹാൻഡ്, ഓൺ ദ നെക്ക് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വിൻ പൈപ്പ്, ബിഹൈൻഡ് ദ നീ ക്യാപ്, ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ ദ എൽബോ ആൻഡ് ഷോൾഡർ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് അല്ലേ. ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ ദ എൽബോ ആൻഡ് ഷോൾഡർ, അവിടെയാണ് ചെക്ക് ചെയ്യുക കേട്ടോ. ഇൻസൈഡ് ദ ആം ബിറ്റ്വീൻ ദ എൽബോ ആൻഡ് ഷോൾഡർ. ഫോർ ആൻ ഇൻഫാൻറ്റ് ഹു ഈസ് ചോക്കിംഗ് യു വുഡ് പെർഫോം. ഇപ്പോൾ ഒരു നവജാത ശിശു പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ചോക്ക് ചെയ്യുവാണെങ്കിൽ യു വുഡ് പെർഫോം എന്ത് ചെയ്യും? ദ ഹീംലിക് മാനുവർ, CPR, ബാക്ക് ബ്ലോസ് ആൻഡ് ചെസ്റ്റ് ത്രസ്റ്റ്. ഹോൾഡ് ദ ഇൻഫാൻറ്റ് അപ്സൈഡ് ഡൗൺ ആൻഡ് സ്ട്രൈക്ക് ബിറ്റ്വീൻ ദ ഷോൾഡർ ബ്ലേഡ്സ്. അപ്പോൾ എന്താണ് ചെയ്യുക? ഇത് മെയിനായിട്ടും ഫസ്റ്റ് ചെയ്യുന്നത് ബാക്ക് ബ്ലോസ്, ബാക്കിൽ ഇങ്ങനെ ചെസ്റ്റ് ത്രസ്റ്റും ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ബ്രീത്തിങ് എമർജൻസീസ് മേ ബി കോസ്ഡ് ഫ്രം. ബ്രീത്തിങ് എമർജൻസീസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ചോദിക്കുന്നത്. ആസ്മ ഓർ അലർജിക് റിയാക്ഷൻ, ഹൈപ്പർ വെന്റിലേഷൻ, ഇഞ്ചുറി ടു എ മസിൽ ഓർ ബോൺ ഇൻ ദ ചെസ്റ്റ്, ഓൾ ഓഫ് ദ എബോവ്. ഇതിലേതാണ് ബ്രീത്തിങ് എമർജൻസി ഉണ്ടാവാൻ? അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ആസ്മ ഓർ അലർജിക് റിയാക്ഷൻ കാരണം ബ്രീത്തിങ് എമർജൻസി ഉണ്ടാവും. അതുപോലെ ഹൈപ്പർ വെന്റിലേഷൻ ആണെങ്കിലും, അതുപോലെ ബോൺ അല്ലെങ്കിൽ മസിൽ ചെസ്റ്റിൽ പ്രശ്നം ഉണ്ടായാലോ അല്ലെങ്കിൽ അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായാലും ബ്രീത്തിങ് ഉണ്ടാവാം, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാം, ബ്രീത്തിങ് എമർജൻസി. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് അവിടെ ആൻസർ. A person who is unconscious, not breathing, has a weak pulse, needs. ഒരു പേഴ്സൺ അബോധാവസ്ഥയിലാണ്, ഹി ഈസ് നോട്ട് ബ്രീത്തിങ് ആൻഡ് ഹാസ് എ വീക്ക് പൾസ്. അപ്പോൾ എന്താണ് വേണ്ടത്? CPR, ഹീംലിക് മാനുവർ, റെസ്ക്യൂ ബ്രീത്തിങ്, ബാക്ക് ബ്ലോസ് ആൻഡ് ചെസ്റ്റ് ത്രസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ എ പേഴ്സൺ ഹു ഈസ് അൺകോൺഷ്യസ്, നോട്ട് ബ്രീത്തിങ്, ഹാസ് എ വീക്ക് പൾസ്. അപ്പോൾ വേഗം ചെയ്യുന്നത് റെസ്ക്യൂ ബ്രീത്തിങ് ആണ് കേട്ടോ. റെസ്ക്യൂ ബ്രീത്തിങ് ചെയ്യുവാണ്, കൊടുക്കണം, കൃത്രിമ ശ്വാസം കൊടുക്കുവാണ് വേണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഫോളോ ചെയ്യുക. ബാക്കിയുള്ള നോട്ട്സ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ നോട്ട്സ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ.